പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന വിഷയമാണ്. വാരഫലമാകുന്നു. ഈ ആഴ്ച വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്ന ദിനങ്ങൾ വരുന്നത് 1200 ഇടവമാസം 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരാഴ്ചക്കാലം. അതായത് 2025 ജൂൺ 8 മുതൽ ജൂൺ 14-ാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാകുന്നു. ഇവിടെ ഈ വാരത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുമ്പോൾ വളരെ ശുഭകരമായ ചില മാറ്റങ്ങൾ, ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ നാം ശ്രദ്ധിക്കണം. ബുധൻ മിഥുനത്തിലേക്ക്, സ്വന്തം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്രകാരം നീചസ്ഥനായ ചൊവ്വ കർക്കിടകത്തിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്, സുക്ഷേത്രത്തിൽ. ശുക്രൻ മീനത്തിൽ നിന്നും മേടത്തിലേക്ക് പ്രവേശിച്ച് കഴിയുകയും ചെയ്തു. കന്നിരാശിക്കാർക്ക് ഈ വാരത്തിൽ രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ൽ ചന്ദ്രൻ, 6-ാം ഭാവത്തിൽ രാഹു, 7-ൽ ശനി, അഷ്ടമത്തിൽ ശുക്രൻ, 9-ാം ഭാവത്തിൽ സൂര്യൻ, ബുധൻ, 10-ാം ഭാവത്തിൽ വ്യാഴം, 12-ൽ ചൊവ്വ. ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി. കന്നിരാശിക്കാർ ഇവിടെ ശ്രദ്ധിക്കണം വളരെയധികം. പലപ്പോഴും സഹോദര ഗുണം കുറയും. തൻ്റെ ധനം ആരെങ്കിലും തന്നെ ചതിച്ചു കൊണ്ടുപോകും. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കടം കൊടുക്കാൻ പാടില്ല. തന്നെ മോഹിപ്പിച്ച് പെണ്ണ് തൻ്റെ കാശ് കൊണ്ടുപോകും. അതിന് കാരണമുണ്ട്. എന്താണ് കാരണം? 2-ൽ ചന്ദ്രനാണ്. 2-ൽ ചന്ദ്രൻ വന്നാൽ കുടുംബേ രതിർ ജായതേ തസ്യ തുച്ഛ. തൻ്റെ കുടുംബം, തന്നാൽ ഭരിക്കപ്പെട്ടിടുന്ന ഭാര്യ സന്താനങ്ങളാണ് കുടുംബം. അവരോട് താല്പര്യം വളരെ കുറയും. വശം ദർശനേയാതി ദേവാംഗന, ദേവസ്ത്രീ തൻ്റെ ദർശനത്തിൽ വരും എന്നാണ്. അതിനാൽ സ്ത്രീകളാൽ ആകർഷ്ടരാക്കപ്പെടുന്നൊരു സമയമാണ് കന്നിരാശിക്കാർക്ക്. അത് പക്ഷേ ഒരു ശുഭത്വമല്ല കലാശിക്കുക. കാരണം ശുക്രൻ അഷ്ടമത്തിലാണ്. തൻ്റെ ഭാഗ്യം നഷ്ടപ്പെടുക, ധനം നഷ്ടപ്പെടുക. വളരെയധികം ശ്രദ്ധിക്കണം. 12-ലെ ചൊവ്വയും 7-ൽ ശനിയുമുള്ള സമയമാണ്. ലൈംഗിക രോഗങ്ങളിലൊക്കെ ഒരു മനുഷ്യൻ എത്തിപ്പെടുന്ന സമയമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. അന്യ സ്ത്രീകളോടുള്ള സംസർഗത്തിലൂടെ രോഗങ്ങൾ വരാം. ഡയാലിസിസ് പേഷ്യൻസ് വളരെ ശ്രദ്ധിക്കുക. കിഡ്നി രോഗികൾ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഷുഗർ ഒരു 2-ാം ഘട്ടത്തിലേക്ക് വരും. കണ്ണുകൾക്ക് കാഴ്ച ശക്തി കുറയും അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ. അതിനാൽ പ്രമേഹ, ഡയബറ്റിക്സ്, സ്ത്രീകൾ, ഗൈനിക്കായിട്ട് ബന്ധപ്പെടുന്ന സ്ത്രീകളും വളരെയധികം ശ്രദ്ധിക്കണം. ഈ ഫൈബ്രോയിഡ് മുതലായ രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്ന സമയമാണ്. ജാഗ്രത, ശാരീരിക വിഷയത്തിൽ ചിന്തിക്കണം. ലഗ്നാധിപനായ ഗ്രഹം 9-ൽ സൂര്യനോട് കൂടി നിൽക്കുന്നു. പൈതൃകമായ സ്വത്ത് ലഭിക്കുക, അച്ഛൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കേണ്ട സമയമാണ്. പക്ഷേ പിതാവിനെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ ഒക്കെ തയ്യാറാക്കി വെച്ചാലും അവസാന സമയത്ത് ചില കശപിശകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. അങ്ങനെ തനിക്ക് ലഭിക്കുന്ന സ്വത്തോ ധനമോ ലഭിക്കാതിരിക്കുക എന്നൊരു ദോഷവും കൂടിയുണ്ട്. നിർബന്ധമായും അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. അച്ഛൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിക്കണം. കാരണം 9-ാം ഭാവത്തിൽ പിതൃകാരകനായ സൂര്യൻ നിൽക്കുന്നുണ്ട്. അതിനെ, ആ ബുധൻ്റെ യോഗം സൂര്യനെ കുറച്ചുകൂടി പൈതൃകമായ ദുരിതത്തിൽ നിന്നും രക്ഷിക്കും. 10-ൽ വ്യാഴമാണ്. ഗൃഹപ്രവേശന കർമ്മങ്ങളൊക്കെ നിങ്ങൾക്ക് ചിന്തിക്കാം. പക്ഷേ ഇടവൻ രാശി കഴിഞ്ഞാൽ 17-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഗൃഹപ്രവേശനം മിഥുനത്തിലും കർക്കിടകത്തിലും ആരും ചെയ്യില്ല. നിർബന്ധമായും ഭദ്രകാളി ക്ഷേത്ര സന്ദർശനം ചെയ്യണം. അവിടെ പിതാവിൻ്റെ പേരിൽ ദേഹമുട്ട് ചെയ്യണം. നിങ്ങളുടെ വിഷയത്തിലും നിങ്ങൾക്ക് ദേഹമുട്ട് ചെയ്യാം. സ്ത്രീ വിഷയം വളരെ ജാഗ്രത പാലിക്കുക. പലപ്പോഴും തൻ്റെ ഭാര്യ അല്ലെങ്കിൽ കുടുംബത്തിനോട് താല്പര്യം കുറഞ്ഞ് മറ്റ് സ്ത്രീകളിൽ ആസക്തി, രതി വരും. കന്നിരാശിക്കാരാണ്. കുമാരോ ബുധഃ പലപ്പോഴും ചാവല്യം പ്രകടിപ്പിക്കും സ്ത്രീ വിഷയത്തിൽ. അതിനാൽ തൻ്റെ വിലപ്പെട്ട ധനം നഷ്ടപ്പെടുത്തും. സ്ത്രീകൾ ശ്രദ്ധിക്കണം കന്നിരാശിക്കാർ. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഈ വാരക്കാലം തീർത്ഥസ്ഥലങ്ങൾ സന്ദർശിക്കുക. സ്ത്രീ വിഷയത്തിലേക്കല്ല പോകേണ്ടത്. പൈതൃകമായ പാരമ്പര്യമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോവുക. പിതൃക്കളുടെ കർമ്മം ചെയ്യുക. ശ്രാദ്ധ ബലി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാൻ നോക്കൂ. വളരെ അനുകൂലമായി കന്നിരാശിക്കാർക്ക് സമയദോഷത്തെ തരണം ചെയ്യുവാൻ ഏറ്റവും നല്ലതാണ്.
തനിക്ക് ധനലാഭമുണ്ടാകും, പക്ഷെ അത് ചാനലൈസ് ചെയ്യണം പ്രോപ്പർലി ഇൻ എ കൺസ്ട്രക്റ്റീവ് വേ. ഇപ്പോൾ ഡിസ്ട്രക്റ്റീവാണ് ഉണ്ടാവുക അഷ്ടമത്തിൽ ശുക്രൻ വരുമ്പോൾ. നാശോന്മുഖമാകുന്ന ധനത്തിൻ്റെ ഒരു വിഷയവും ചെയ്യാൻ പാടില്ല. ക്രിയേറ്റിവിറ്റി ആവട്ടെ, സൃഷ്ടിപരമായ വിഷയങ്ങളിലേക്ക് ആകട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ഡോക്ടർമാർക്കും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും നല്ല സമയമാണ്. ചെറിയ ചെറിയ പരിഹാരങ്ങൾ ചെയ്യുക. സഹോദര ഗുണം കുറയും. നടുസംബന്ധമായ ബുദ്ധിമുട്ട് വളരെയധികം വരും. ഡിസ്ക്, നടു, പാദങ്ങൾക്ക് വൈകല്യങ്ങൾ, വിഷസ്പർശമേൽക്കും. അതൊക്കെ ശ്രദ്ധിക്കുക. സുബ്രഹ്മണ്യ പ്രീതിയും നാഗപ്രീതിയും ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട കന്യരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.